ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ PYQ ഹാൻഡ് ഫോർ HSA എന്ന സീരീസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനകം തന്നെ 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിന് നിങ്ങൾ നൽകിയ സപ്പോർട്ട് കാരണമായിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSST ഇംഗ്ലീഷ് 2022 നടത്തിയിട്ടുള്ള പരീക്ഷയിലെ ചില ചോദ്യങ്ങളാണ്. ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിലെ HSA ഇംഗ്ലീഷ് സിലബസ് പ്രകാരം ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSC മുന്നേ നടത്തിയിട്ടുള്ള വിവിധ പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ HSST ഇംഗ്ലീഷിൻ്റെ സിലബസ് വളരെ വാസ്റ്റ് ആൻഡ് വൈഡാണ്. അതിൽ നമ്മൾക്ക് പഠിക്കേണ്ട ചില ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ലൂസിഡ് ബട്ട് എഡിങ് ആൻഡ് പോയിന്റ്ലെസ് ഡയലോഗ് ഈസ് ഓഫൻ ഫണ്ണി ആൻഡ് pratfalls and other modes of slapstick are used to project the alienation and tragic anguish of human existence. മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, വളരെ ദുരിതം നിറഞ്ഞ, പ്രതീക്ഷയില്ലാത്ത ഒരു നിലനിൽപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിരർത്ഥകമായ, പോയിന്റ്ലെസ്റ്റും എഡിയിങ്ങും അല്ലേ, നിരർത്ഥകവും ഒരു പ്രാധാന്യവുമില്ലാത്ത വളരെ ഫണ്ണി ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്ലേ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം അബ്സേർഡ് ആയിട്ടുള്ള ഡ്രാമയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അബ്സേർഡ് തിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരുണ്ട്, സാമുവൽ ബെക്കെ അല്ലേ. സോ ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് MH എബ്രാംസ് ആണ്. ഗ്ലോസറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, MH എബ്രാംസിൻ്റെ ഗ്ലോസറി. അപ്പോൾ ആ ഒരു ഗ്ലോസറി വളരെ പ്രധാനപ്പെട്ട ലിറ്റററി തിയറീസ് ക്രിറ്റിസിസത്തിൻ്റെയൊക്കെ ഗ്ലോസറി എഴുതിയിട്ടുള്ള MH എബ്രാംസ് ഒരു പ്ലേയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷനാണ് നിങ്ങളിവിടെ കണ്ടിട്ടുള്ളത്. ഏത് പ്ലേയെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ സാമുവൽ ബെക്കയുടെ വെയിറ്റിംഗ് ഫോർ ഗോഡോ നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു കോട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്തത് ഒരു പ്രസ്താവന ചോദ്യമാണ്. ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഫോളോയിങ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു എലിയറ്റ്സ് എസ്സേ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. TS എലിയറ്റിൻ്റെ എസ്സേ ആണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അപ്പോൾ പാരമ്പര്യവും വ്യക്തിയുടെ കഴിവും എത്രമാത്രം സാഹിത്യത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഒരു എസ്സേ ആണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. സോ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: ദ എസ്സേ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1990. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് 1919. കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്. ദെൻ വാസ് ലേറ്റർ ഇൻക്ലൂഡഡ് ഇൻ എലിയറ്റ്സ് കളക്ഷൻ ദ സാക്രഡ് വുഡ് ഇൻ 1920. പിൽക്കാലത്ത് TS എലിയറ്റിൻ്റെ തന്നെ ദ സാക്രഡ് വുഡ് എന്ന് പറയുന്ന ലേഖന സമാഹാരത്തിൽ ഇത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. രണ്ടും ശരിയാണ്. അപ്പോൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് 1919, അതൊരു ജേർണലിലാണെന്ന് തോന്നുന്നു. രണ്ടാമത് പബ്ലിഷ് ചെയ്തത് 1920 TS എലിയറ്റിൻ്റെ തന്നെ ദ സാക്രഡ് വുഡ് എന്ന കളക്ഷനിലാണ്. സോ ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന: പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ. പോയട്രി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനെ ലഘൂകരിക്കാനുള്ള, ലൂസ് ചെയ്യാനുള്ള ഒരു സാധനം അല്ല, ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. പോയട്രിയിൽ നമ്മുടെ ഇമോഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇമോഷനിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് പോയട്രി. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വം പോയട്രിയിൽ ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ല, ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും പോയട്രി മുക്തമായിരിക്കണം. സോ ഇത് this statement presents a critique of Wordsworth's definition of poetry in his preface. വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷന് നേരെ എതിരാണ്. വേർഡ്സ്വർത്ത് പറയുന്നത് ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലേ. നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിച്ച് വായനക്കാരനിൽ ഒരു അറോസൽ ഉണ്ടാക്കുകയാണ് പോയട്രിയുടെ ലക്ഷ്യം. അപ്പോൾ അതിനെ വളരെയധികം വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. സോ TS എലിയറ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിലേക്ക് വരാം. ടു ഡ്രൈവ് ഹോം ദ കോൺസെപ്റ്റ് ഓഫ് ഇംപേഴ്സണാലിറ്റി ഇൻ ആർട്ട്. ഇംപേഴ്സണാലിറ്റി തിയറി അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് നിങ്ങളത് ശരിയാണെന്ന് കരുതരുത്, ബാക്കി കൂടി നോക്കുക. എലിയറ്റ് യൂസസ് ദ എക്സാമ്പിൾ ഓഫ് എ
ഗ്യാസ് ചേംബർ ഇൻ ടു വിച്ച് ഹൈഡ്രോജൻ ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആർ പുട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഫിലിയേറ്റഡ് പ്ലാറ്റിനം. പ്ലാറ്റിനത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനും സൾഫർ ഡയോക്സൈഡും ഒരു ഗ്യാസ് ചേംബറിൽ വെച്ച് മിക്സ് ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് പറയുന്നതെന്നാണ് മൂന്നാമത്തെ പ്രസ്താവന. സോ ഇത് തെറ്റാണ്. എക്സാമ്പിൾ അങ്ങനെയല്ല പറയുന്നത്. ഇംപേഴ്സണാലിറ്റി തിയറി എന്ന് പറയുമ്പോൾ പോയട്രിയുടെ ഒരു പോയറ്റിൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷൻസ് ഒന്നും ഒരു പോയട്രിയിൽ ഉണ്ടാകാൻ പാടില്ല. പോയട്രി എന്ന് പറയുന്നത് പോയറ്റിൻ്റെ പേഴ്സണാലിറ്റിയുടെ പുറത്തുള്ളൊരു സംഗതിയാണെന്ന് പറയുന്ന തിയറിയാണ് ഇംപേഴ്സണാലിറ്റി തിയറി. സോ അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു പ്യുവർ സയൻസിൽ നിന്നുള്ള, കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതല്ല ആ ഒരു എക്സാമ്പിൾ. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്, മൂന്നാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നായിരുന്നു. 1ഉം 2ഉം ശരിയാണ്, എന്നാൽ മൂന്നാമത്തത് തെറ്റായിട്ടുണ്ട്. സോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എക്സാമ്പിൾ ഇതാണ്. സൾഫർ ഡയോക്സൈഡും വാട്ടറും പ്ലാറ്റിനത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു എന്ന് പറയുന്ന എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. സോ ഇവിടെ പ്ലാറ്റിനം എന്ന് പറയുന്നത് പോയറ്റാണ്. സോ ഈ ഒരു പ്രോസസ്സിൽ സൾഫ്യൂരിക് ആസിഡിൽ പ്ലാറ്റിനത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ലല്ലോ. അതേപോലെ തന്നെ ഒരു കവിതയിൽ പോയറ്റിൻ്റെ പേഴ്സണാലിറ്റി അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. സൾഫ്യൂരിക് ഡയോക്സൈഡും വാട്ടറും പോയറ്റിൻ്റെ ഇമോഷൻസും ഫീലിങ്സും ഇമാജിനേഷനൊക്കെയാണ് കേട്ടോ. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ പോം ഈസ് സ്പോക്കൺ ബൈ എ ഗേൾ വിത്ത് ആൻ എലക്ട്രാ കോംപ്ലക്സ്. ഇതുവരെ എത്തുമ്പോൾ തന്നെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മകൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു പ്രത്യേക അഫെക്ഷനെയാണ് നമ്മൾ എലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി മകന് അമ്മയോട് തോന്നുന്ന അടുപ്പത്തെ നമ്മൾ പറയുന്നത് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് കേട്ടോ. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത് ഈഡിപ്പസ് കോംപ്ലക്സ് ആണ്. സോ ഒരു കവിതയിലെ ആ ഒരു പെൺകുട്ടി എലക്ട്രാ കോംപ്ലക്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ദ ഫാദർ ഡൈഡ് വൈൽ ഷീ തോട്ട് ഹി വാസ് ഗോഡ്. ദൈവതുല്യനാണ് എന്ന് കരുതിയിരുന്ന അവളുടെ അച്ഛൻ മരണപ്പെട്ടു. ഹെർ കേസ് ഈസ് കോംപ്ലിക്കേറ്റഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ഹെർ ഫാദർ വാസ് ആൾസോ എ നാസി. എന്നാൽ തൻ്റെ അച്ഛൻ ഒരു നാസി ആയിരുന്നു, തൻ്റെ അമ്മ ഒരു പകുതി ജൂ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കൊരു ഷോക്കായി. ഇൻ ദ ഡോട്ടർ ദ ടു സ്ട്രൈൻസ് മാരി ആൻഡ് പാരലൈസ് ഈച്ച് അതർ. ഷീ ഹാസ് ടു ആക്ട് ഔട്ട് ദ awful little allegory once over before she is free of it. പിന്നീട് അവർ വിവാഹം കഴിച്ച സമയത്ത് അച്ഛൻ്റെ അതേ സമാന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. പിന്നീട് അതിൽ നിന്നും അവർ രക്ഷപ്പെടാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കാണിച്ചു. അപ്പോൾ ആ രക്ഷപ്പെടാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കാണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ തനിക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ദ പോയറ്റ് സെയ്ഡ് അബൌട്ട് ദ പോയം. സോ ഇതാണ് തനിക്ക് തൻ്റെ ആ ഒരു ഫീലിങ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഈ ഒരു പോയമാണെന്ന് ഒരു പോയറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കവിത എഴുതിയിരിക്കുന്നത് ഈ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നൊരു പോയറ്റ് പറയുന്നുണ്ട്. ആരാണ് ആ ഒരു പോയറ്റ്, ആരാണ് ആ ഒരു പോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി, ഡാഡി എന്ന പോയത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സിൽവിയ പ്ലാത്ത് ആണ് കേട്ടോ, സിൽവിയ പ്ലാത്ത് ആണ്. ദെൻ സിൽവിയ പ്ലാത്തിൻ്റെ ഹസ്ബൻഡ് ആരാ? ടെഡ് ഹ്യൂഗസ് ആണ്. അദ്ദേഹവും ഒരു കവിയാണ്, ടെഡ് ഹ്യൂഗസ് ആണ്. ഈ ഒരു കവിത എഴുതിയതിനു ശേഷം അവർ മരണപ്പെട്ടിട്ടുണ്ട്. ഡാഡി എന്ന് പറയുന്ന കവിത എഴുതിയതിനു ശേഷം അവർ മരണപ്പെട്ടിട്ടുണ്ട്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് സിംബൽ റെപ്രസെൻറ്റ്സ് റിയാലിറ്റി ഇൻ ദ ഗ്ലാസ് മെനാജറി? ഗ്ലാസ് മെനാജറി ടെന്നീസ് വില്യംസിൻ്റെ പ്ലേ ആണ്. ഒരുപാട് സിംബിൾസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി സിംബലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? റിയാലിറ്റി സിംബൽ. അപ്പോൾ ഇവിടെ റിയാലിറ്റി സിംബൽ വരുന്നത് എന്താ? ഗ്ലാസ് കളക്ഷൻ. അത് നമ്മുടെ ലോറയുടെ പ്രതീകമാണ് അല്ലേ? ലോറയുടെ സിംബലാണ്. അതൊരു ഫാൻറ്റസിയാണ്, റിയാലിറ്റി അല്ല, ഫാൻറ്റസിയാണ്, ഫാൻറ്റസി. ദെൻ യൂണിക്കോണും ലോറയെ സൂചിപ്പിക്കുന്ന സിംബലാണ്, അതും ഫാൻറ്റസി തന്നെയാണ്. എന്നാൽ പിക്ചർ ഓഫ് ദ ഫാദർ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് അല്ലേ? അച്ഛൻ അവരുടെ കുടുംബത്തെ വിട്ടു പോയിട്ടുണ്ട്, ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അയാൾ റിയൽ വേൾഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം കേട്ടോ, അതാണ് നമ്മുടെ ഉത്തരം. ദെൻ ഫയർ എസ്കേപ്പ്, അത് ടോമിൻ്റെ ഡിസയറിൻ്റെ പ്രതീകമാണ് അല്ലേ? ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ടോമിൻ്റെ ഡിസയറിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അതും റിയാലിറ്റി സിംബൽ അല്ല കേട്ടോ, റിയാലിറ്റി സിംബൽ അല്ല. പിക്ചർ ഓഫ് ഫാദർ ആണ് റിയാലിറ്റി സിംബൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദെൻ അടുത്ത ചോദ്യം, എ സ്മോൾ മാൻ ക്യാൻ ബി ജസ്റ്റ് ആസ് എക്സ്ഹോസ്റ്റഡ് ആസ് എ ഗ്രേറ്റ് മാൻ.
ചെറിയ മനുഷ്യർക്കും വലിയ മനുഷ്യർക്കുള്ളതുപോലെ ക്ഷീണം ഉണ്ടാകും അല്ലേ? വലിയ ആളുകൾക്ക് മാത്രമല്ല, ചെറിയ ആളുകൾക്കും ക്ഷീണം ഉണ്ടാകും. ഇതാര് പറഞ്ഞ ഡയലോഗാണ്? സോ ക്യാരക്ടേഴ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ആർത്തർ മില്ലറാണ് ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. ആർത്തർ മില്ലറിൻ്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന കവിതയല്ല, പ്ലേയിലെ ഡയലോഗാണിത്. ഈ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ലിൻഡ ലോമൻ ആണ് കേട്ടോ. ലിൻഡ ലോമൻ ആണ്. ലിൻഡ ലോമൻ തൻ്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള വില്ലി ലോമനെ കുറിച്ചാണ്. ഇവിടെ സ്മോൾ മാൻ, തൻ്റെ ഭർത്താവ് ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം കുറേ അധ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കാരണമായിട്ട് അദ്ദേഹം ക്ഷീണിതനായിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, പരാജയപ്പെട്ട ആളുകൾക്കും ഇമോഷൻസും ഫീലിങ്സും തളർച്ചയും ഒക്കെ ഉണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ദെൻ ഈ ഒരു പ്ലേയുടെ റൈറ്ററാണ് ആർതർ മില്ലർ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ HSST ഇംഗ്ലീഷിൽ നിന്നുള്ള 2022 നടന്നിട്ടുള്ള പരീക്ഷയിൽ എല്ലാ ചോദ്യങ്ങളും 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളും പുതിയ സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.